നമ്മുടെ ഈ ചർച്ചിൽ ഈയിടെ വന്ന ചില സഹോദരിമാരുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ സഹോദരിമാർ പല സ്ഥലങ്ങളിലായി ഹൂസ്റ്റണിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം നിങ്ങൾ അവരെ പരിചയപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ അവരെ ഓരോരുത്തരെയായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വേറൊരു കാര്യം പറയുവാനുള്ളത്, ഈ സഹോദരിമാരെല്ലാം തന്നെ നല്ല പാരമ്പര്യമുള്ള പുരാതന ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച് കർക്കശമായ ക്രൈസ്തവ ശിക്ഷണത്തിൽ വളർന്നു വന്നവരാണ്. ആത്മീയ നിലവാരം അതുകൊണ്ട് തന്നെ വളരെ ഉയർന്നതാണല്ലോ. ഇനി ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി പരിചയപ്പെടുവാൻ പോകുന്നത് മാങ്ങാത്തൊലിയിൽ മറിയാമ്മ. സഹോദരി നാട്ടിൽ നിന്നും വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അതിനാൽ കുറച്ച് ഹോം സിക്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും നിങ്ങളെയൊക്കെ പരിചയപ്പെടുവാനുള്ള സന്തോഷത്തിലാണ്. സഹോദരി വന്നിട്ട് ഇരുന്നാട്ട്. അടുത്തതായി തേപ്പ് വെട്ടിമേൽ ത്രേസ്യാമ ഫ്രം കാനഡ. പറയുകയാണെങ്കിൽ വാചകത്തിലും പാചകത്തിലും അതിനിപുണ. ഇത് രണ്ടും രുചിച്ചറിഞ്ഞവർ ഈ സഹോദരിയെ ഒരിക്കലും മറക്കത്തില്ല. ഇന്നാട്ടെ സഹോദരി. അടുത്തതായി പരിചയപ്പെടുവാൻ പോകുന്നത് ന്യൂജേഴ്സിയിൽ നിന്നും വന്ന കുന്തക്കാളിൽ കുഞ്ഞനമ്മ. കുടുംബ പേരാണോ അതോ കുന്തമുനയുള്ള ചെരുപ്പിൽ നടക്കുന്നത് കൊണ്ടാണോ എന്നൊരു സംശയം. അത് നമുക്ക് പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാം. സഹോദരി ഇരുന്നാട്ടെ. അടുത്തതായി ചേനമൂട്ടിൽ ചേച്ചമ്മ. സഹോദരി ദുബായിൽ നിന്നും എത്തിയതാണ്. കയ്യിൽ ഒത്തിരി ദീർഘമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സഹോദരിയുടെ നെക്ലസ് എല്ലാം നല്ല ഭംഗിയുണ്ടല്ലോ. 10 മാറ്റ് തങ്കമാണ് കേട്ടോ. ആഭരണം മാത്രമല്ല, സഹോദരിയും ഒരു 10 മാറ്റ് തങ്കം തന്നെ. അവസാനമായി പരിചയപ്പെടുവാൻ പോകുന്നത് കുളം തോണ്ടിക്കൽ കുഞ്ഞേലിയാമ്മ. സ്വരമാതിരി കൊണ്ട് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സഹോദരിയാണ് കുഞ്ഞേലിയമ്മ. ഇരുന്നാട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുന്നു.
സഹോദരിമാരെ, അങ്ങനെ ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ അഭിമുഖം ആരംഭിക്കുകയാണ്. ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ സഹോദരിമാർ പാട്ടുകളിൽ കൂടി മാത്രമേ ഉത്തരം അറിയുകയുള്ളൂ. എന്നാൽ നമുക്ക് ആരംഭിക്കാം അല്ലേ സഹോദരിമാരെ? ഓക്കെ, ആദ്യത്തെ ചോദ്യം തേപ്പ് വെട്ടിമേൽ ത്രേസ്യാമ്മയോടാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, വലിയ ഇഷ്ടമല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുവാൻ പോകുന്നത്. എങ്കിലും ചോദിക്കുകയാണ്, സഹോദരിക്ക് എത്ര വയസ്സായി? 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. അയ്യോ, 80 വയസ്സോ? കണ്ടാലൊരു 30 പോലും തോന്നിക്കത്തില്ല കേട്ടോ. ചർമ്മം ഇത്ര ഭംഗിയായി സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം ചോദിക്കുവാൻ മറക്കരുതേ. അടുത്ത ചോദ്യം, സഹോദരി പാചകത്തിൽ വലിയ വിദഗ്ധയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി പറയുന്നത് ഈ വട്ടയപ്പം തിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ്. ഭക്ഷിക്കുകയാണെങ്കിൽ ജീവന്റെ അപ്പം മന്ന ഭക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും ജീവന്റെ അപ്പത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ ഈ സഹോദരിയെ സമീപിക്കുക. നന്ദി സഹോദരി. അടുത്ത ചോദ്യം മാങ്ങാത്തൊലിയിൽ മറിയാമ്മയോടാണ്. സഹോദരി നാട്ടിൽ നിന്നെല്ലാം വന്നിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. നാട്ടിൽ ഏത് ദേശത്താണ് സഹോദരിയുടെ വീട്? സഹോദരിക്ക് നാട്ടിൽ നിന്ന് വന്നതിന്റെ സങ്കടമൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും ഒരു ശാശ്വത നാടില്ല എന്നാ പറയുന്നത്. സഹോദരിയുടെ ഒരു ചോദ്യം കൂടെ, ഈ മറിയാമ്മ എന്നുള്ളത് സഹോദരിയുടെ ഒഫീഷ്യൽ പേരാണോ അതോ മറിയാമ്മ കൂടാതെ വേറെ എന്തെങ്കിലും പേരുണ്ടോ? പേരുണ്ടെങ്കിൽ അത് അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായും കാണും എന്നാണ് ഈ സഹോദരി ഉറച്ച വിശ്വാസത്തോടെ പറയുന്നത്. അടുത്തതായി നമുക്ക് സഹോദരിമാരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഈ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളൊക്കെ അറിയാൻ നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ. ചോദ്യം കുളന്തോണ്ടിക്കൽ കുഞ്ഞേലിയാമ്മയോടാണ്. സഹോദരിയുടെ മക്കളൊക്കെ സുഖമായിരിക്കുന്നുവോ? സഹോദരിയെ നല്ലപോലെ നോക്കുന്നുണ്ടോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അപ്പോൾ മരുമക്കളോ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. അപ്പോൾ മരുമക്കളെ പേടിയാണോ? നല്ല ഒരുതും ഞാൻ യേശുവിന്റെ നാമത്തിൽ മാടകിരീടം
മക്കളുള്ളവർക്കെല്ലാം ഇതൊരു നല്ല ഉപദേശമാണ് കേട്ടോ. നന്ദി സഹോദരിമാരെ. അടുത്ത ചോദ്യം ചേനമൂട്ടിൽ ചേച്ചമ്മയോടാണ്. സഹോദരിയെ കണ്ടപ്പോൾ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇത്ര കൃശഗാത്രിയായി ശരീരമെല്ലാം സൂക്ഷിക്കുന്നതിൻ്റെ ഒരു രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഞാൻ ഇവിടെ ഭാരമുണ്ട് വഹിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഡയറ്റിംഗ് വല്ലതുമാണോ അതോ വേറെ വല്ല പ്രത്യേക സീക്രട്സും ഉണ്ടോ? ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമല്പം വിശപ്പിന് സ്വല്പം വെള്ളം ദാഹിക്കിൽ അല്പമല്പം വിശപ്പിന് സ്വല്പം വെള്ളം ദാഹിക്കിൽ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അല്പം വെള്ളവും അപ്പവും മാത്രം മതി. നമുക്കെല്ലാം കൃഷഗാത്രികളായി ഇതുപോലെ ഇരിക്കാം. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇനിയും സഹോദരിയുടെ ഭാവി പരിപാടികൾ എന്തെല്ലാമാണ്? ദുബായിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ, ഇനിയും ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യുവാനില്ലേ? അതിനെപ്പറ്റിയെല്ലാം താങ്കൾ എന്ത് പറയുന്നു? എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഭാവിയെ കുറിച്ചെല്ലാം ഓർത്ത് വെറുതെ വിഷമിക്കണ്ട എന്ന് സഹോദരി പറയുന്നത്. എല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് പാട്ടുപാടിയാൽ മാത്രം മതിയെന്ന്. നന്ദി സഹോദരി. അടുത്ത ചോദ്യം കുന്തക്കാലിൽ കുഞ്ഞനാമയോടാണ്. സഹോദരിയുടെയും ചില കുടുംബകാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ കൊള്ളാം. പ്രത്യേകിച്ചും താങ്കളുടെ ഭർത്താവിനെ പറ്റി. താങ്കളുടെ ഭർത്താവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാണുന്നില്ല, കണ്ടാൽ ഞാൻ നോക്കുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര അഗ്രതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓഹോ, അങ്ങനെയാണോ? ഇതുപോലെ ഒരു സുന്ദരനെ കണ്ടിട്ടില്ല, അഥവാ ഇനി കണ്ടാൽ തന്നെ നോക്കത്ത് പോലുമില്ല എന്നാ പറയുന്നത്. ഓക്കെ സഹോദരിയുടെ സാമ്പത്തിക നിലവാരമെല്ലാം വളരെ ഉയർന്നതാണെന്ന് ഇവിടെ ഒരു ജനസംസാരം. സഹോദരി ഏത് ബാങ്കിലാണ് ഈ സമ്പത്തൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അപ്പോൾ ഈ കാണുന്ന ഗമയൊക്കെ ഉള്ളു കേട്ടോ, കയ്യിൽ കാര്യമായി ഒന്നുമില്ല. അപ്പോൾ സഹോദരി പറഞ്ഞു വരുന്നത് ഈ ജീവിതം കഷ്ടമാണെന്നാണോ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതജസിംഹനമൂർത്തിടുമ്പോൾ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. സ്തോത്രം. അപ്പോൾ എല്ലാ സഹോദരിമാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. കണ്ണീരും കഷ്ടപ്പാടും ഒന്നും സാരമില്ല എന്നാണ് ഇവർ പറയുന്നത്. അടുത്തതായി എല്ലാവരോടും കൂടിയുള്ള ചോദ്യമാണ്. ഇതിനോടകം നമ്മുടെ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനെ എല്ലാം നിങ്ങൾ പരിചയപ്പെട്ട് കാണുമല്ലോ. ഞങ്ങളുടെ സഭയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ? നല്ല അഭിപ്രായമാണ് കേട്ടോ. ഇതുപോലെ ഒരു ജാതിയെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അടുത്തതായി നമ്മുടെ സഭയിലെ അച്ഛൻ
ബെന്നി അച്ഛനെ പറ്റി Praise the Lord, praise the Lord, hallelujah, സ്തോത്രം 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 സ്തോത്രം. സഹോദരിമാരെ, ഞങ്ങളുടെ ഈ മനോഹരമായ ചർച്ചയിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നാൽ എവിടത്തെയും പോലെ ഇവിടെയും ഈ ബജറ്റ് എല്ലാം കൈകാര്യം ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. സഹോദരിമാർക്ക് എന്തെങ്കിലും ഉപദേശം നൽകുവാനുണ്ടോ? നന്ദി സഹോദരിമാരെ. ഈ തിരക്കിനിടയിലും അല്പസമയം നമ്മുടെ കൂടെ ചിലവഴിക്കുകയും പാട്ടിൽ കൂടി കൃത്യമായി നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയും ചെയ്തതിന് നന്ദി. ഇനിയും പോകുന്നതിന് മുൻപ് ഈ ജനങ്ങളോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കുവാനുണ്ടോ? ജീവിത യാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗ്ഗവും ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗ്ഗവും ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. വളരെ നന്ദി സഹോദരിമാരെ. ആത്മീയമായി നമ്മെ വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഈ സഹോദരിമാരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.